ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. തീർച്ചയായും എന്നെക്കുറിച്ച് ഇതിനു മുമ്പ് പലരും ആലോചിച്ചിരിക്കണം. എന്റെ ജനനത്തിനും മുമ്പേ എന്റെ മാതാപിതാക്കൾ എന്നെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടിരിക്കണം. കുഞ്ഞായിരിക്കുമ്പോൾ മുറ്റത്ത് പിച്ചവെച്ച് വീണപ്പോൾ എന്റെ സഹോദരങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചിരിക്കണം. മൈതാനത്തുയർന്നു വന്ന പന്ത് ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവിട്ട് ആർപ്പ് വിളിച്ചപ്പോൾ എന്റെ കളിക്കൂട്ടുകാർക്ക് എന്നോട് അസൂയ തോന്നിയിരിക്കണം. വിഷമം പിടിച്ച ഗണിത സമസ്യകൾ ഞൊടിയുടെ നേരം കൊണ്ട് ചെയ്തു തീർത്തപ്പോൾ എന്റെ അധ്യാപകർ എന്നെക്കുറിച്ച് പ്രതീക്ഷിച്ചിരിക്കണം. എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് വാങ്ങിയപ്പോൾ എന്റെ നാട്ടുകാർ എന്നെക്കുറിച്ച് അഭിമാനിച്ചിരിക്കണം. ശരിയാണ്, ഒരുപാട് ആളുകൾ എന്നെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നു. അവരുടെ സജീവ ചിന്തകളിൽ ഞാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാത്രം എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല. സത്യത്തിൽ ഞാൻ ആരാണ്? എന്നെക്കുറിച്ച് എനിക്ക് മാത്രമേ അറിയൂ. വീട്ടിൽ, അങ്ങാടിയിൽ, പള്ളിയിൽ, ക്ലാസ് മുറികളിൽ, ഹോസ്റ്റലിൽ, മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലെല്ലാം യഥാർത്ഥ ഞാനല്ലാതാകുന്നു. മറ്റുള്ളവർക്ക് മുന്നിലുള്ള ഞാനും ഒറ്റയ്ക്കാകുന്ന ഞാനും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധം അന്തരമുണ്ട്. വീട്ടിലെ ഞാനും ഹോസ്റ്റലിലെ ഞാനും തമ്മിൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധം വ്യത്യാസങ്ങളുണ്ട്. പലർക്കു മുന്നിലും ഞാൻ അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നെക്കുറിച്ചെല്ലാം അറിയാം എന്ന് വീമ്പു പറയുന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നു പോലും ഞാൻ എന്നെ സമർത്ഥമായി മറച്ചുവെച്ചിരിക്കുന്നു. ഇല്ല, നിങ്ങൾക്കാർക്കും അറിയില്ല എന്നെ. സത്യം, എന്നെക്കുറിച്ച് എനിക്ക് മാത്രമേ അറിയൂ. പള്ളിയിലേക്ക് പോകുന്ന ഞാനല്ല പാർട്ടിയിലേക്ക് പോകുന്നത്. അസമയത്ത് തുറന്നു കിടക്കുന്ന ലാപ്ടോപ്പിനു മുന്നിലെ എന്നെ നിങ്ങൾ കണ്ടിട്ടില്ല. പാതിരാത്രിയിൽ മൂടിപ്പുതച്ച പുതപ്പിനടിയിൽ എന്റെ മൊബൈലുകളിൽ നിന്നുയരുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ല. എനിക്ക് നിങ്ങളെ എളുപ്പത്തിൽ കബളിപ്പിക്കാനാകും. ബ്ലോഗിലെ എന്റെ കഥകൾ വായിച്ച് സമൂഹത്തോടും ഇതര ജീവജാലങ്ങളോടും ഏറെ അനുകമ്പയുള്ളവനാണ് ഞാനെന്ന് നിങ്ങൾ കരുതി കാണണം. വൃദ്ധദിനത്തിൽ ഫേസ്ബുക്കിൽ ഞാനിട്ട സ്റ്റാറ്റസ് കണ്ട് വൃദ്ധരെ പരിഗണിക്കുന്നവനാണ് ഞാനെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകണം. നിങ്ങൾക്കാർക്കും മനസ്സിലാക്കാനാവില്ല എന്നെ. കേവലം ഒരു കുളിമുറി വാതിലിന്റെ അകത്തും പുറത്തുമുള്ള എന്റെ മനസ്സുപോലും നിങ്ങളുടെ ഊഹങ്ങൾക്കും അപ്പുറമാണ്. അതെ, ഇതിനുമൊക്കെ അപ്പുറം ഒരു ഞാനുണ്ട്. എന്റെ സെൽഫികളുടെ കാണാമറയത്ത് നിങ്ങൾക്ക് തീർത്തും അപരിചിതനായ ഒരു ഞാൻ ജീവിച്ചിരിക്കുന്നു. സത്യം, എന്നെക്കുറിച്ച് എനിക്ക് മാത്രമേ അറിയൂ. എന്റെ ലക്ഷ്യമെന്താണ്? നന്നായി പഠിച്ച് നല്ല ജോലി നേടണം, നല്ലൊരു കുടുംബജീവിതം നയിക്കണം. ഇതിനപ്പുറം ഇല്ല, ഞാൻ ആലോചിച്ചിട്ടില്ല. ഇതെല്ലാം നിറവേറും വരെ ഞാൻ ജീവിച്ചിരിക്കുമോ? ഒരു ഉറപ്പുമില്ല. എത്രയെത്ര സഹപാഠികൾ മരണപ്പെട്ടിരിക്കുന്നു. +2 പഠനത്തിനു ശേഷം അങ്ങകലെയുള്ള ഹോസ്റ്റലിൽ പഠിച്ച് 2 തവണ എൻട്രൻസ് പരീക്ഷയെ ആവർത്തിച്ചെഴുതി നല്ലൊരു പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ച് ഉന്നത മാർക്കോടെ പഠനം പൂർത്തീകരിച്ച് കോൺവക്കേഷന്റെ തലേനാൾ കുഴഞ്ഞു വീണു മരിച്ച കോളേജിലെ സീനിയറിന്റെ കഥ എനിക്കറിയാം. സ്വന്തം കുഞ്ഞിന്റെ പുഞ്ചിരി കണ്ട് കൊതി തീരും മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ സുഹൃത്തുണ്ടെനിക്ക്. പാതിവഴിയിൽ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നവർ. അവർക്കുമുണ്ടായിരുന്നു സ്വപ്നങ്ങൾ, അവർക്കുമുണ്ടായിരുന്നു ആഗ്രഹങ്ങൾ. അവരും കണ്ടു കൊതി തീർന്നവരായിരുന്നില്ല. ഹരിതാപമായ ഈ ഭൂമിയെ, മേഘങ്ങളെ,
കാറ്റിനെ, കടലിനെ. അവരും സ്നേഹിച്ച് കൊതി തീർന്നവരായിരുന്നില്ല. അവരുടെ കുടുംബത്തെ, സഹോദരങ്ങളെ, സഹപാഠികളെ. എന്നിട്ടും അവർക്കിതെല്ലാം വിട്ടുപോകേണ്ടി വന്നിരിക്കുന്നു. എനിക്കറിയാം, ഞാനും മരിക്കും. എന്റെ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾക്കു നടുവിൽ, എന്റെ സൂക്ഷ്മമായ ഭാവി ആസൂത്രണങ്ങൾക്കിടയിൽ ഞാൻ മരിച്ചാൽ ഈ ലോകം ഇതേപോലെ നിലനിൽക്കും. എന്റെ കൂട്ടുകാർ തുടർന്നും പഠിച്ചുകൊണ്ടേയിരിക്കും. എന്റെ കോളേജും ക്ലാസ് മുറികളും പഴയ പോലെ ശബ്ദമുഖരിതമായിരിക്കും. തമാശകളും തർക്കങ്ങളുമായി ഹോസ്റ്റൽ മുറികൾ രാത്രികളെ വരവേറ്റുകൊണ്ടേയിരിക്കും. നഷ്ടം എനിക്കു മാത്രമാണ്. ഞാൻ മരിച്ചാൽ ഞാൻ അതുവരെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ആരൊക്കെയോ ചേർന്ന് അഴിച്ചുവെക്കും. നിങ്ങൾക്കു മുന്നിൽ ഞാൻ അഭിനയിച്ച എന്റെ വേഷങ്ങൾ, നിങ്ങളെ കബളിപ്പിക്കാൻ ഞാനിട്ട എന്റെ മൂടുപടങ്ങൾ എല്ലാം ആരൊക്കെയോ ചേർന്ന് ഊരിയഴിക്കും. എല്ലാം കഴിഞ്ഞ് കൂടി നിന്നവർ 3 പിടി മണ്ണുമിട്ട് തിരികെ പോയാൽ അവിടെ ഞാൻ ഒറ്റയ്ക്കാകും. ഇതുവരെ നിങ്ങൾ കണ്ട ഞാനല്ല അവിടെ കിടക്കുന്നത്. യഥാർത്ഥ ഞാനായിരിക്കും അത്. ഒറ്റയ്ക്കായ ഞാൻ, നിങ്ങൾക്കറിയാത്ത ഞാൻ. ആ എന്നെക്കുറിച്ച് എനിക്ക് മാത്രമേ അറിയൂ. Wisdom Global Islamic Mission